അതിർത്തി കടന്നെത്തുന്ന മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിൽ പിടിമുറുക്കുമ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ വിപണിക്ക് പുറത്തു പോവുകയാണ് നാടൻ വെളിച്ചെണ്ണകൾ. വിലയിലെ മാർജിനിലാണ് മായം കലർന്ന വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയ്ക്ക് ഭീഷണിയാകുന്നത്. ഓണക്കച്ചവടത്തെ വലിയ രീതിയിൽ ഇത് ബാധിച്ചുവെന്ന് മുൻ വർഷങ്ങളെക്കാൾ 1/3 വിൽപ്പന കുറഞ്ഞുവെന്ന് മില്ലുടമകൾ തന്നെ പറയുന്നുണ്ട്. നാടൻ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നിവയാണ് പ്രധാനമായും നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നാട്ടിലെ കൊപ്രയും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കൊപ്രയും ഇവിടുത്തെ എക്സ്പെല്ലർ മില്ലുകളിലെയും ആട്ടുചക്കുകളിലും ആട്ടിയാണ് ഉൽപാദനം. പ്രാദേശികമായ ഉൽപാദനമായതിനാൽ പൊതുവെ ഇവയിൽ മായം കുറവായിരിക്കും. തമിഴ്നാട്ടിലെ കങ്കായം തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് ഹോൾസെയിലായി മായം കലർന്ന വെളിച്ചെണ്ണ എത്തിക്കുന്നത്. കരിയോയിൽ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന വൈറ്റ് ഓയിലാണ് വെളിച്ചെണ്ണയിൽ കലർത്തുന്നത് എന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. നാട്ടിലെ മില്ലുകളിൽ ആട്ടാൻ പറ്റാതെ ഉപേക്ഷിക്കുന്ന മോശമായ കറുത്ത കൊപ്ര തമിഴ്നാട്ടിലേക്ക് വലിയ തോതിൽ കയറ്റിവിടുന്നുണ്ട്. ഇവ നല്ല തെളിഞ്ഞ വെളുത്ത നിറമുള്ള വെളിച്ചെണ്ണയുമായി നാട്ടിൽ തിരിച്ചെത്തും. ആലം എന്ന രാസവസ്തു കലർത്തിയാണത്രേ ഇതിന്റെ നിറം മാറ്റുന്നത്. നാട്ടിൽ 1 കിലോ വെളിച്ചെണ്ണയുടെ ഉൽപാദന ചെലവ് മാത്രം 150 രൂപയിൽ വരും. 180 മുതൽ 200 രൂപയ്ക്കാണ് ചില്ലറ വിൽപ്പന. എന്നാൽ കലർപ്പ് വെളിച്ചെണ്ണ 140 രൂപയിൽ താഴ്ന്ന വിലയ്ക്ക് ലഭിക്കും. ഫലമോ, നാടൻ വെളിച്ചെണ്ണ മില്ലുകൾക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. പലരും ഈ മേഖലയിൽ നിന്ന് തന്നെ പിൻവാങ്ങുന്നു. മറ്റു ചിലർ ഉൽപാദനവും വിൽപ്പനയും ചുരുക്കുന്നു. ചുരുക്കത്തിൽ നാട്ടിൽ ശുദ്ധമായ വെളിച്ചെണ്ണയുടെ ഉൽപാദനവും ലഭ്യതയും കുറയുന്നു. ഇതാണ് ഫലം. ഇതിന് പരിഹാരം സർക്കാർ നിയന്ത്രണത്തിലുള്ള പരിശോധന കർശനമാക്കുക എന്നതു തന്നെയാണ്. ഒപ്പം അതിർത്തി കടന്നെത്തുന്ന വെളിച്ചെണ്ണയും നാട്ടിലെ വെളിച്ചെണ്ണയും നിർബന്ധമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.